പാല പോലെയുള്ള ഒരു കൊച്ചു ടൗണിൽ ഒരു കാലത്ത് നമുക്ക് പച്ചമീൻ 1 കിലോ മത്തി മേടിക്കാൻ സ്ഥലമില്ലായിരുന്നു. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് എത്രയോ ചെറുപ്പക്കാരായ പെൺകുട്ടികളാണ് സ്വന്തമായിട്ട് വീഡിയോ ചെയ്യുന്നത്, ഫുഡിനെ പറ്റി റീൽ ചെയ്യുന്നത്. പുതിയ ഹോട്ടൽസ് വരുന്നു. ഈവൻ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പാലായിൽ തന്നെ നമുക്ക് അതുപോലെ ഹോട്ടൽസ് പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു ട്രെൻഡ് മാത്രമാണോ അതോ ഇതൊരു പ്രോഫിറ്റബിൾ ബിസിനസ് തന്നെയാണോ? എന്റെ ലക്ക് കൊണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ 236 മാർക്ക് മേടിച്ച് 3 സബ്ജക്റ്റ് തോറ്റിട്ടും രക്ഷപ്പെട്ട ഒരു SLC കാരനായിരുന്നു ഞാൻ. ഹായ്, ഇന്ന് വെബ്ടെക് ആർട്സ് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. സീരീസിൻ്റെ പേര് വെബ്ടെക് ആർട്സ് ചാറ്റ്സ്. നമ്മൾ ഈ സീരീസിൽ പുതിയ ബിസിനസ് ഓൺടർപ്രണേഴ്സിനെയും അതുപോലെ വർഷങ്ങളായി ബിസിനസ് ചെയ്ത് കഴിവ് തെളിയിച്ച അവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ച ബിസിനസ്സുകാരെയും പരിചയപ്പെടുന്ന ഒരു സീരീസാണിത്. അപ്പം ഞാൻ ഇന്നുള്ളത് ഗ്രാൻഡ് കോർട്ട്യാർഡിലാണ്. സൺസ്റ്റാർ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ പ്രൊജക്റ്റായ ഗ്രാൻഡ് കോർട്ട്യാർഡിലാണ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സൺസ്റ്റാർ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ജോസാറാണ്. സാർ, വെൽക്കം ടു ദ ഷോ. വെബ്ടെക് ചാറ്റ്സിന് all the ആശംസകൾ. താങ്ക് യു സാർ. സാർ, നമുക്കറിയാം കൺവെൻഷൻ സെൻറ്ററിൽ തുടങ്ങി, അതുപോലെ റെസിഡൻസി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇത് നമ്മൾ ഗ്രാൻഡ് കോർട്ട്യാർഡിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കുമ്പം 9 മാസത്തോളമായി നമ്മൾ ഗ്രാൻഡ് കോർട്ട്യാർഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്താണ് നമുക്ക് വിജയകരമാണെന്ന് പറയാൻ പറ്റുമോ? ആ ചോദ്യത്തിന് 2 അർത്ഥമുണ്ട്. 2 പെർസ്പെക്റ്റീവിൽ തന്നെ കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, പാലയിലുള്ള ആളുകൾക്ക് ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു പ്രോജക്റ്റ് എവിടെ എത്തി നിൽക്കുന്നു, അങ്ങനെ ഒരു പ്രോസ്പെക്റ്റ് പാലയിലുണ്ടോ എന്നറിയാനുള്ള ഒരു ആഗ്രഹം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള, നമ്മുടെ വെൽ വിഷേഴ്സ് ആയിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ മുമ്പോട്ട് പുതിയ കാര്യങ്ങളുമായിട്ട് അവർക്ക് വരാനും പോകാനും അവർക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഗ്രാൻഡ് കോർട്ട്യാർഡിൽ തുടർന്നും ഉണ്ടാവുമോ എന്നറിയാനായിട്ടുള്ള അങ്ങനെ ഒരു കാര്യമായിരിക്കും. ഞാൻ ഇന്നിപ്പം 9 മാസങ്ങൾക്ക് ശേഷം പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച ആ രീതിയിലേക്ക് എത്തിയില്ലെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ആശാവഹമായ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് അത് എത്തിയില്ല എന്നുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. ഒന്ന്, വെസ്റ്റ് ഏഷ്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ യുദ്ധ സംഭവങ്ങൾ, അതുപോലെ തന്നെ അതുവഴി ഇപ്പോൾ ഇന്നൊരു ഗ്ലോബൽ എക്കണോമിയിൽ നമുക്കൊരു ഇപ്പോൾ പാലയിൽ ഒരു മുറുക്കാൻകട അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യുമ്പോൾ അത് ലോകത്തെ മുഴുവൻ ബാധിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം അത്രത്തോളം നമ്മൾ ഒരു ഗ്ലോബൽ ഒരു എക്കണോമിയുടെ ഭാഗമായിട്ട് മാറി, അല്ലെങ്കിൽ ഗ്ലോബൽ ഈവൻസിൻ്റെ ഭാഗമായിട്ട് മാറി. ഇപ്പോൾ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു കോർണറിൽ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായാൽ അവിടെ നമ്മുടെ ഒരു മലയാളി കാണും, അതിലൊരു ഇന്ത്യൻ കാണും. അങ്ങനെ പല രീതിയിലും അതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറും. അപ്പോൾ ആ മിഡിൽ ഈസ്റ്റിൽ, വെസ്റ്റ് ഏഷ്യയിൽ നടന്ന ആ വിഷയം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരള നല്ല ലോകത്തെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. അത് വിട്ടാൽ തീർച്ചയായിട്ടും എല്ലാ സംഭവ വികാസങ്ങൾക്കും ഒരവസാനമുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നതേക്ക് അടുത്ത നമ്മുടെ പ്ലാനുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പം തീർച്ചയായിട്ടും വിജയിക്കും. പാലയിൽ അതിന് വളരെ വലിയ സാധ്യതയുണ്ട്. നമ്മൾ ശക്തമായ നിലയിൽ തന്നെ ആണ് നമ്മൾ മുമ്പോട്ട് പോകും. വിജയിക്കും, 100% വിജയിക്കും. ഓക്കെ, കേൾക്കാൻ കഴിഞ്ഞ സന്തോഷം സാറേ. സാർ, നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് കോർട്ട്യാർഡിലൊരു ഫാമിലി വരുമ്പോൾ അപ്പോൾ അവിടെ ഒരു പ്രായമുള്ള കുഞ്ഞു തൊട്ട് ഒരു പ്രായമുള്ള മുത്തശ്ശി വരെ, അപ്പോൾ അവർക്ക് എന്തൊക്കെ സർവീസാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? എന്താണ് അവരെ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം? അതൊരു നല്ല ചോദ്യമാണ്. കാരണം നമ്മുടെ ഒരു ഡൈനിങ് എക്സ്പീരിയൻസ്, ഒരു ഡൈനിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായിട്ട് എടുത്ത് പറയുവാണെങ്കിൽ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു ഡൈനിങ് ഔട്ട് എന്നുള്ളത് ഒരു കമ്പൽസറി അല്ലെങ്കിൽ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിക്കുകയാണ്. ഇപ്പം അതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വീടുകളിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ, ഒരു 10 പേരോ 15 പേരോ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു സെലിബ്രേഷൻ ആയിക്കോട്ടെ, ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ, ഇന്ന് നമ്മൾ വീട്ടിൽ അത് ചെയ്യുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്കിംഗ് ആയിരിക്കും, കുഞ്ഞു കുട്ടികൾ കാണും, പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈറ്റിംഗ് ഔട്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ രീതിയിൽ കുടുംബത്തിൽ നമുക്ക് പ്രായമായിട്ടുള്ളവരെ അവിടെ മാറ്റി നിർത്തുവോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയോ ഒരു ഡൈനിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അല്ല. അപ്പോൾ അത് നമ്മൾ
മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പം ഗ്രാൻഡ് കോർട്ട്യാർഡിലേക്ക് ഒരു 90 വയസ്സുള്ള ഒരു അച്ഛനോ അമ്മയോ നിങ്ങളുടെ കൂട്ടത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പം മുതൽ നമുക്ക് ഒരു വീൽ ചെയറിൽ ഈ ഹോട്ടലിൻ്റെ ഏത് ഭാഗത്തും ഇൻക്ലൂഡിങ് നമുക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ആ വീൽ ചെയറിൽ ടോയ്ലറ്റിൻ്റെ അകത്ത് കയറി നമുക്ക് നമ്മുടെ ആവശ്യം നിറവേറ്റാനുള്ള സൗകര്യം അടക്കം അതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പ്രായമായവർക്ക് അവരുടെ ഡയറ്റ് തീർച്ചയായിട്ടും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. എനിക്ക് സന്തോഷം തോന്നുന്ന പല അനുഭവങ്ങൾ ഞാൻ ഇവിടെ നേരിൽ അനുഭവിക്കുകയുണ്ടായി. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, 3 വയസ്സുള്ള കുട്ടിക്ക് നമ്മളിവിടെ സാധാരണ ഓർഡർ ചെയ്യുന്ന ഫുഡ് ഫീഡ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട്. അതുപോലെ തന്നെ 85-90 വയസ്സോ അതിന് മുകളിലുള്ള എത്രയോ ആളുകൾ ഒരു ഫാമിലി ആയിട്ട് വന്ന് വളരെ സന്തോഷത്തോടെ ഡൈൻ ചെയ്ത് പോകാറുണ്ട് ഇവിടെ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത്, നമ്മളിത് മുമ്പേ കണ്ടത് കൊണ്ടായിരിക്കണം നമ്മൾ ഒരു ഫാമിലി ആയിട്ട് ഇപ്പം 10, 30, 40 വരെയുള്ള ആളുകൾക്ക് ഗ്രൂപ്പിന് നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഒരു പ്രൈവറ്റ് ഡൈനിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 16 അതുപോലെയുള്ള കുബിക്കിൾസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 95 അല്ലെങ്കിൽ 90 വയസ്സുള്ള നമ്മുടെ അച്ഛനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് വരുമ്പോൾ ആ ഏതെങ്കിലും ഒരു കുബിക്കിളിൽ ഇരുന്ന് നമ്മൾ സ്വൈര്യമായിട്ട് കുട്ടികൾക്ക് കളിക്കാനോ അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് അവർ ഭക്ഷണം കഴിക്കുന്നത് വളരെ സാവകാശത്തിലായിരിക്കും. അതിനൊക്കെയുള്ള സൗകര്യത്തോടു കൂടിയുള്ള പ്രൈവറ്റ് ഡൈനിങ് ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ സമയമെടുത്ത് ഡൈൻ ചെയ്ത് സന്തോഷത്തോടെ കുടുംബമായിട്ട് വീട്ടിലിരുന്ന് ഡൈൻ ചെയ്യുന്നത് ആ തൃപ്തിയോടെ അവർക്ക് ഡൈൻ ചെയ്ത് പോകാനുള്ള സൗകര്യമുണ്ട്. സാർ, നമുക്ക് പിന്നെ അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ് സാർ, ഇപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷമായിട്ട് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയി. അപ്പോൾ നമുക്കറിയാം പുതിയ ഹോട്ടൽസ് നമ്മുടെ നാടുകളിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഹോട്ടൽസ് വരുന്നു. ഈവൻ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പാലായിൽ തന്നെ നമുക്ക് അതുപോലെ ഹോട്ടൽസ് പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ട്രെൻഡ് മാത്രമാണോ അതോ ഇതൊരു പ്രോഫിറ്റബിൾ ബിസിനസ് തന്നെയാണോ ഒരു മുന്നോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ? ഒരു വളരെ നല്ല ചോദ്യമാണ്. ആളുകൾക്ക് അതിൻ്റെ ഒരു മറുപടി ഞാൻ പറയും. പ്രത്യക്ഷമായിട്ട് നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു ഡൈനിങ് പ്രോസ്പെക്ട്സിൻ്റെ ഒരു അംശം പോലും നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൽ ഡൈനിങ്ങിൽ ഒരു അപ്ഗ്രഡേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നായിരിക്കുന്ന ഒരു രീതിയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിപ്പോൾ എത്ര വെസ്റ്റേൺ അല്ലെങ്കിൽ എത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് നമ്മുടേതുപോലെ ഉണ്ടായിരുന്ന ഒരു ഡൈനിങ് രീതികളുണ്ടായിരുന്നു. ആ കൾച്ചറൽ ആൻഡ് അതർവൈസ് ആയിട്ടുള്ള ആ അപ്ഗ്രഡേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവിടെ കാണുന്ന രീതിയിലുള്ള രീതികൾ വന്നിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത്, ഞാനൊരു പെർസെൻറ്റേജ് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു 20% മാത്രം ഡൈനിങ് ഫെസിലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയധികം ടൂറിസം സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് വളരെയധികം ഫുഡ് സ്ട്രീറ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സൗകര്യങ്ങൾ, കാരണം നമുക്ക് ഏകദേശം 3.5 കോടി ജനങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്തു കാണേണ്ട ഒരു കാര്യം, ഓരോ വർഷം ചെല്ലുന്തോറും ഈറ്റിംഗ് ഔട്ട് എന്നുള്ളതിൻ്റെ ഞാനൊരു വ്യക്തിപരമായിട്ടൊരു പെർസെൻറ്റേജ് ഇടുവാണെങ്കിൽ ഏകദേശം ഒരു 10 to 15% ഈറ്റിംഗ് ഔട്ട് എന്നുള്ള ഒരു ബിസിനസ് വർദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ അതനുസരിച്ച് അപ്പം പാലായിലാണെങ്കിലും കേരളത്തിൻ്റെ ഏത് ഭാഗത്തായാലും നല്ല രീതിയിലുള്ള ഡൈനിങ് ജോയിൻസുകൾ വന്നാൽ 100% വിജയിക്കും. അതിനകത്ത് ഒരു സംശയം വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാർ, അതുപോലെ നമുക്കറിയാം നമ്മുടെ ഒരു 90s ജനറേഷനോട് നമ്മൾ ഒരു സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താകണം എന്ന് ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും
എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം എന്നൊക്കെ പറയും. പക്ഷേ ഈ ഒരു 2000 ജനറേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് ഹോസ്പിറ്റാലിറ്റി. എന്താണ് ഹോസ്പിറ്റാലിറ്റി ഫ്യൂച്ചർ? അങ്ങനെ ഹോസ്പിറ്റാലിറ്റിയുടെ ഫ്യൂച്ചർ എന്താണെന്ന് ഒന്ന് പറയാമോ? എൻ്റെ അഭിപ്രായത്തിൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നമുക്ക് ചെറുപ്പക്കാരായ ആളുകൾക്ക് ഒരു ഫ്യൂച്ചർ ജോബ് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് നല്ല വരുമാനം കിട്ടുന്ന ചെറുകിട സംരംഭങ്ങൾ, അധികം ജോലിക്കാരെ വെച്ചിട്ടുള്ളതല്ല, ചെറുകിട സംരംഭങ്ങൾക്ക് എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റാലിൽ അനന്തമായ സാധ്യതകളാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വിഭിന്നമായ ഭക്ഷണങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് 14 ഡിസ്ട്രിക്റ്റുകളുണ്ട്. പക്ഷേ കേരളത്തെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടോ നമ്മൾ വിഭജിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അതിനെ ഒരു 50 തരത്തിലുള്ള സ്ഥലങ്ങളായിട്ട് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കണ്ണൂരിലുള്ള ഒരു ഫുഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ഫുഡ് ടേസ്റ്റ് അല്ല നമുക്ക് തിരുവനന്തപുരം. അങ്ങനെ പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമുക്ക് വിഭിന്നമായ രീതികൾ ഡൈനിങ് എക്സ്പീരിയൻസുകൾ നമുക്ക് തരുവാണ്. ആ രീതി ചിന്തിക്കുമ്പോൾ നല്ല ഒരു ഡൈനിങ് എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കാമെങ്കിൽ എല്ലാ ജോയിൻസിലും നമുക്ക് ആളുകൾ എത്തിച്ചേരും. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പം ഹോസ്പിറ്റാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞെന്നാൽ അവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഫുഡ് സ്ട്രീറ്റ് പോലെയുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 900 ചില്ലുവാനും പഞ്ചായത്തുകളുണ്ട്. ഏകദേശം 80ഓളം മുനിസിപ്പാലിറ്റികളുണ്ട്. 6 കോർപ്പറേഷൻസ് ഉണ്ട്. നമ്മളിവിടെ എല്ലാം ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ, ഫോർ എക്സാമ്പിൾ എറണാകുളത്ത് നമുക്കൊരു 3 ഫുഡ് സ്ട്രീറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ അവിടെ വെള്ളം കിട്ടുന്നു, ഇലക്ട്രിസിറ്റി ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്, ഡൈനിങ്ങിന് ഒരു 10-200 ചെയർ സൗകര്യങ്ങളുണ്ടെങ്കിൽ ലോകം മുഴുവൻ അവിടെ എത്തും. അപ്പം നമുക്കവിടെയൊക്കെ നല്ല വെള്ളമുണ്ട്, ഇലക്ട്രിസിറ്റി ഫെസിലിറ്റീസ് ഉണ്ട്, ഗവൺമെൻറ്റിന് അതിൽ നിന്നുള്ള ടാക്സും മറ്റ് സൗകര്യങ്ങളും എല്ലാം കിട്ടും. അപ്പം ഇതുപോലെ നമ്മൾ എറണാകുളത്ത് ഒരു 2 ഫുഡ് സ്ട്രീറ്റ്, ഓരോ പഞ്ചായത്തിലും അല്ലെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഇത്ര എന്നുള്ള രീതി. ഇതിനെല്ലാം ചെറുപ്പക്കാർക്ക് ഒരു സംരംഭകനാണ്, അതോടുകൂടി അതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടാനുള്ള വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻജിനീയറിങ്ങും മെഡിസിനും മാത്രമല്ല അതിനേക്കാൾ തന്നെ ലുക്രേറ്റീവ് ആയിട്ടുള്ള വരുമാന സാധ്യതയുള്ള ഒരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി. സാർ, നമുക്കറിയാം നമ്മുടെ പുതിയ ഹോസ്പിറ്റാലിറ്റി മേഖലയിലോട്ട് സ്ത്രീകൾ അതുപോലെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഹോസ്പിറ്റാലിറ്റി ഫ്യൂച്ചർ ഉണ്ടോ? എന്താ സത്യാവസ്ഥ എന്ന് സാറിന് എന്താണ് തോന്നുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ സാധ്യതയുടെ ഒരു കാര്യം, ഹോസ്പിറ്റാലിറ്റിയിലെ സാധ്യതയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ മുമ്പിലേക്ക് വരേണ്ടത് പെൺകുട്ടികളാണ്, ലേഡീസാണ്. കാരണം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കുക്കിങ്ങിനെ പറ്റി ബോധ്യമില്ലാത്ത ഒരു സ്ത്രീയെ പോലും, അതെന്ത് പ്രായമായിക്കോട്ടെ, കുട്ടികൾ പോലും, അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഭക്ഷണ പ്രിയരാണ് നമ്മൾ. പക്ഷേ കുക്കിങ്ങിനെ പറ്റി ബോധ്യമില്ലാത്ത ഒരാളെ കണ്ടെത്തുക പാടാണ്. ഞാൻ ഉദാഹരണത്തിന് പാലയെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് എത്രയോ ചെറുപ്പക്കാരായ പെൺകുട്ടികളാണ് സ്വന്തമായിട്ട് വീഡിയോ ചെയ്യുന്നത്, ഫുഡിനെ പറ്റി റീൽ ചെയ്യുന്നത്. ആയിരക്കണക്കിന്, എനിക്ക് തോന്നുന്നത് എല്ലാ വീട്ടമ്മയും എല്ലാ ലേഡിയും ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ കുക്കിങ്ങിൽ വളരെ താല്പര്യമുള്ളവരും അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ്, ഒരു ഐറ്റം അവർക്കുണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ പറയുന്നു, ഒരു ക്ലീൻ കേരളത്തെ നമ്മളൊന്ന് വൃത്തിയാക്കിയാൽ അത്ഭുതങ്ങൾ നടക്കും. കേരളത്തിന് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് നമ്മുടെ സ്ത്രീകൾ വഴിയാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ NRI സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇത്രയധികം ഫോറിൻ റെമിറ്റൻസ്, കഴിഞ്ഞ വർഷം നമ്മൾ 2,26,000 കോടി രൂപ ഫോറിൻ റെമിറ്റൻസ് ആയിട്ട് NRIs കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ നമ്മുടെ ബഡ്ജറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ 1,70,000 കോടിയേ ഉള്ളൂ.
അത്രയ്ക്കും വലിയൊരു ശക്തമായൊരു മുന്നേറ്റം നമുക്ക് ഇവിടെ ഉണ്ടാക്കിയത് നമ്മുടെ സ്ത്രീകളാണ്. ഒരു കാലത്ത് നമുക്ക് അറിയുന്നതിന് മുമ്പ് 50-60 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഇരുട്ടിലേക്ക് നേഴ്സസായിട്ടും മറ്റു പല രീതിയിലും അവർ വിദേശത്ത് പോയി ഉണ്ടാക്കിയ ഒരു ട്രെൻഡ് വളർന്നാണ് ഇന്ന് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. അപ്പം ലേഡീസ് ഹാസ് ടു ബി ദെയർ. അവരുടെ ഇനിഷ്യേറ്റീവ് ഫുഡ് ഇൻഡസ്ട്രിയിൽ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ വൈകി അവർക്കുള്ള സാധ്യത ഞാൻ പറയുന്നു അതിവിപുലമാണ്. ഇപ്പം ഞാൻ മുമ്പ് പരാമർശിച്ച പോലെയുള്ള ഫുഡ് സ്ട്രീറ്റ് പോലെയുള്ള ഐഡിയാസ് കേരളത്തിന് ഭയങ്കരമായ വിജയം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതിനകത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഏരിയ ആക്കി ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ടൈമിങ് നമുക്ക് ചെറുതായിട്ട് മോഡറേറ്റ് ചെയ്യേണ്ട കാര്യം വരുമായിരിക്കാം. ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടിങ് ഫ്രം നമുക്കിപ്പോൾ ഒരു 11 മണിക്ക് തുടങ്ങി 7:30 വൈകുന്നേരം ക്ലോസ് ചെയ്യുന്നതോ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ അതിവിപുലമായ സാധ്യതകൾ എൻ്റെ അഭിപ്രായത്തിൽ ലേഡീസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഇവിടെ വരേണ്ട സമയം അതിക്രമിച്ചു. അത് വലിയ രീതിയിൽ വിപ്ലവകരമായ ഒരു വരുമാന മേഖലയായിട്ട് ലേഡീസിന് പ്രത്യേകിച്ച് മാറും എന്നുള്ളതിന് എനിക്ക് ഒരു സംശയവുമില്ല. സോ നമുക്കറിയാം, പാലായിൽ സംസ്ഥാന ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി. നമുക്ക് ഹോസ്പിറ്റാലിറ്റി മേഖലയിലും ഫുഡ് ഇൻഡസ്ട്രിയിലും നമുക്ക് നല്ല രീതിയിൽ സേവനങ്ങൾ പാലക്കാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി എന്താണ് സംസ്ഥാനത്തെ ഫ്യൂച്ചർ? പാലക്കാർക്ക് എന്ത് ഫ്യൂച്ചറാണ് ഇനി സംസ്ഥാനത്ത് കൊടുക്കാൻ പറ്റുന്നത്? ഞങ്ങൾ നല്ല സേവനം കൊടുത്തു എന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. ഐ തിങ്ക് നമ്മൾ തുടങ്ങിയ ഒരു സമയത്ത് ഒരു ട്രാൻസിഷൻ്റെ പീരീഡായിരുന്നു. ഹോസ്പിറ്റാലിറ്റിയെ സംബന്ധിച്ച് ഒരു ട്രാൻസിഷൻ്റെ പീരീഡായിരുന്നു. അന്ന് പലരും ചോദിച്ചിരുന്നു എന്തുകൊണ്ട് പാലായില്ല, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ. ഞാനത് നേരത്തെ ഇത് സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അന്ന് നമുക്ക് തോന്നിയ ഒരു കാര്യം, പാലായുടെ ഒരു പ്രോസ്പെക്ട് അത് വളരെയധികം മുമ്പോട്ട് പോകാനുള്ള ഒരു സിറ്റിയാണ്. അതിൻ്റെ ഒരു കൾച്ചർ അതാണ്. പിന്നെ ഫുഡ് ലവേഴ്സാണ് പാലക്കാർ. ഇന്നിപ്പം 10 വർഷം കഴിഞ്ഞ് നിൽക്കുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പറയുകയാണെങ്കിൽ പാലക്കാർക്ക് എന്ന് ചോദിക്കുന്നതിന് പെട്ടെന്നൊരു ഉത്തരം പറയുകയാണെങ്കിൽ ഇന്ന് മുതൽ നമ്മുടെ ഗ്രാൻഡ് കോർട്ട്യാർഡിൽ ഒരു മെഗാ സീ ഫുഡ് ഫെസ്റ്റ് തുടങ്ങുകയാണ്. ഞാൻ വന്ന വഴി കണ്ടായിരുന്നു അതിന്റെ ബോർഡ് കാര്യങ്ങളൊക്കെ. അതെ ശരിക്കും പറഞ്ഞാൽ 9-ാം തീയതി ട്രോളിങ് തുടങ്ങി. ഇനിയിപ്പം 31 വരെ നമുക്ക് മീനിനൊക്കെ വില കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തത് ഈ സമയത്ത് തന്നെ ഒരു സീ ഫുഡ് ഫെസ്റ്റ് വെക്കാനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 141 ഐറ്റംസ് നമ്മൾ 699 രൂപയ്ക്ക് ഓൾ യു ക്യാൻ ഈറ്റ്. അതിനകത്ത് കോണ്ടിനെൻ്റൽ ഉണ്ട്, ചൈനീസ് ഉണ്ട്, മെക്സിക്കൻ ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് പിസ്സ, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ എല്ലാം കുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ അച്ഛനമ്മമാർക്കും അങ്ങനെ എല്ലാ മേഖലയിലാണ്, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന ഡിഷുകളാണ്. അപ്പം അതാണിപ്പം പെട്ടെന്ന് എടുത്ത് പറയാൻ വരുന്നത്. പാലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ 3 പ്രോജക്റ്റുകളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള ഈ ഫെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുക. പക്ഷേ ഇനി ഒരു എക്സ്പാൻഷൻ എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നത് കോട്ടയത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ്, എറണാകുളത്ത് റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒരു 5 സ്ഥലങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഏകദേശം ഒരു 500 സീറ്റോട് കൂടിയ എല്ലാ സൗകര്യങ്ങളുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റും അതിന് മുകളിലേക്ക് ബാങ്ക്വറ്റ്സുമായിട്ട് ഉള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിനുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിലെ ആളുകൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നവരാണ്. നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ടൂറിസം അല്ലാത്ത മേഖലകളിലെല്ലാം
വളരെയധികം ആളുകൾ ഈ ഫുഡ് മേഖലയെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം വി ആർ കമ്പൽ ടു എക്സ്പാൻഡ്. അപ്പം നമ്മളത് ഫോളോ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം പാലക്കാർക്കാണെങ്കിലും ഇപ്പോൾ കോട്ടയത്ത് തുടങ്ങിയാലും എറണാകുളത്ത് തുടങ്ങിയാലും പാലക്കാർ എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായ ടേസ്റ്റുകൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ആസ്വദിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സാർ, നമുക്കറിയാം ഇപ്പോൾ ഈറ്റിംഗ് ഔട്ട് എന്നൊരു ട്രെൻഡ് ഇപ്പം വളരെ എല്ലാ വീടുകളിലും കാണുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പുറത്ത് പോയി കഴിക്കുക എന്ന് പറയുന്നതിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഹെൽത്തി ആണെന്ന് ആൾക്കാർക്ക് പലപ്പോഴും ഒരു സംശയം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് മൂലവും. അപ്പം ഇതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ അഭിപ്രായം? എന്താണ്? ഞാൻ പറയുവാണെങ്കിൽ 100% ഹെൽത്തിയാണ്. നമുക്ക് നോയില ഇതിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട്, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 8 വർഷമായിട്ട്, പക്ഷേ ശക്തമായിട്ടെന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിനകത്ത് ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം, ഇപ്പം പാല പോലെയുള്ള ഒരു കൊച്ചു ടൗണിൽ ഒരു കാലത്ത് നമുക്ക് പച്ചമീൻ 1 കിലോ മത്തി മേടിക്കാൻ സ്ഥലമില്ലായിരുന്നു. അതിങ്ങനെ വന്ന് ഇന്ന് പാലായിൽ നിങ്ങൾക്ക് മീൻ വാങ്ങിക്കണമെങ്കിൽ എത്ര ഓപ്ഷൻസ് ആണുള്ളത്, അത് ഏത് ഐറ്റം ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ബിസിനസ് മേഖലയിൽ പാലായുടെ കുതിപ്പ് അതുപോലെ ഓരോ ടൗണുകളിലും. അപ്പം അവൈലബിലിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് അത് ഇന്നൊരു പ്രശ്നമേ അല്ല. ഈ സേഫ് ആണോ, ഈറ്റിംഗ് ഔട്ട് ഈ സേഫ് ആണോ എന്ന് നമ്മളടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് പ്രത്യക്ഷമായിട്ട് പറയാനുള്ളത്, ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ വീട്ടിൽ കഴിക്കുന്നതിനേക്കാൾ സേഫാണ് എന്ന് ഞാൻ പറയും. അതിൻ്റെ കാരണം, ഏത് സാധനവും ചിക്കൻ ആയിക്കോട്ടെ, ഫ്രഷ് ചിക്കൻ, വെജിറ്റബിൾസ് എല്ലാ ദിവസവും നമുക്ക് സപ്ലൈ ചെയ്യുവാണ്. നമ്മളിതിനകത്ത് ചേർക്കുന്ന മസാലകൾ നമ്മുടെ സ്പെസിഫിക്കേഷനിൽ നമ്മൾ പൊടിച്ചെടുക്കുകയോ അതല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഇത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ സ്പെസിഫിക്കേഷനാണ്. ഇപ്പം വെജിറ്റബിൾ നമ്മുടെ സ്പെസിഫിക്കേഷനാണ്. വെജിറ്റബിൾ അന്നന്ന് വരുവാണ്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് നമുക്ക് അതിനുള്ള സപ്ലൈക്കുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരാഴ്ചത്തേന് നമ്മൾ എടുത്തു നോക്കുന്നു. ഒരിക്കലും ഇല്ല. ഇപ്പം അന്നന്ന് ഫ്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും, അത്ര ഫ്രഷാണ്. ചിക്കൻ എവറി ഡേ നമുക്കൊരു 10-13 വെറൈറ്റി ഓഫ് ചിക്കൻ വേണം. ഇപ്പം ബിരിയാണിക്കാണ് ഒരു കട്ട്, ചൈനീസാണ് ഒരു കട്ട്. അപ്പം ഇതെല്ലാം ദിവസേന നമുക്ക് സപ്ലൈ ചെയ്യുവാണ്. അത് വലിയ പ്രസ്ഥാനങ്ങളാണ് ഇവയെല്ലാം. അത് എൻഷുർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വളരെ ഫ്രഷായിട്ടുള്ള നമ്മൾ അനുവദിച്ചിട്ടുള്ള FSSA വഴി അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് നമുക്ക് എല്ലാ സാധനങ്ങളും എല്ലാ ഇൻഗ്രീഡിയൻസും ഇന്ന് കിട്ടാനുണ്ട്. പാല പോലെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ലേഡീസിന് അല്ലെങ്കിൽ അമ്മമാർക്ക് ഒരു ഫുഡിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയാൻ കഴിവുള്ളവരാണ്. നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ശ്രദ്ധയോടെ ചെയ്താൽ ഇന്ന് കേരളത്തിലെ സാഹചര്യത്തിൽ നമ്മുടെ സ്വന്തം വീടുകളേക്കാൾ മെച്ചപ്പെട്ട ഭക്ഷണം ഹോട്ടലുകളിൽ കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ വളരെ 2-3 വയസ്സുള്ള കുട്ടികൾ, വളരെ പ്രായമായിട്ടുള്ള ആളുകൾ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും നമുക്കിന്ന് ചേർക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ആ വിശ്വാസം നേടിയെടുത്തേ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ പാലായിലെ ഒരു സീൻ എടുത്താൽ ഒരു ദിവസം ഹോസ്പിറ്റലുകളിൽ സ്റ്റൊമക്ക് അപ്സെറ്റോ അല്ലെങ്കിൽ ഫുഡ് സംബന്ധമായ വിഷയങ്ങളുമായിട്ട് എത്തുന്നവർ നമ്മളൊരു 10 ഹോസ്പിറ്റൽ എടുത്താൽ ചിലപ്പോൾ ഒരു 500 പേരെത്തുന്നുണ്ടാവും. അപ്പോൾ അവരെല്ലാം റെസ്റ്റോറൻറ്റിൽ കഴിച്ചതുകൊണ്ടായിരിക്കണമെന്നില്ല, വീട്ടിൽ കഴിച്ചതുകൊണ്ടാവണമെന്നുമില്ല. അതിനൊരു കാരണം
പല കാരണങ്ങൾ കാണാം. ചില ഫുഡ് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും, ചില ക്ലൈമറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ചില ഇപ്പം ഫോർ എക്സാമ്പിൾ പൈനാപ്പിൾ ചിലർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ചിലർക്ക് പ്രോൺസ്. പിന്നെ ചില ഐറ്റംസ് നമ്മൾ വെൽ ഡൺ എന്ന് പറഞ്ഞാൽ നന്നായി വേവിച്ചിട്ടില്ലെങ്കിൽ ചിലരെ സ്റ്റൊമക്കിനെ അത് ബാധിക്കും. അങ്ങനെ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങൾക്കപ്പുറം നമുക്ക് നമ്മുടെ ശരീരഘടനയുടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ സിറ്റുവേഷനോ സാഹചര്യങ്ങളോ ഒക്കെ വെച്ച്, പിന്നെ ചില കോമ്പിനേഷൻസ്, ചിലർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ അത് നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അത് മാറ്റി നിർത്തിയാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത നമ്മളതിന് ശ്രമിച്ചാൽ തീർത്തും വിരളമാണ്. ഇന്ന് ഏറ്റവും നല്ല, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇന്ന് റെസ്റ്റോറൻറ്റുകളിൽ സെർവ് ചെയ്യാൻ 100% സാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സൺസ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അക്കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും പറയും, ഈശ്വര അനുഗ്രഹം കൊണ്ടുകൂടി എന്നുകൂടി ഞാൻ പറയും, നമുക്ക് ശാരീരികമായ അല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. പലയിലെയും ചുറ്റുള്ള ആളുകൾ അതിനെ സ്വീകരിച്ചു. എനിക്ക് വീണ്ടും ഈ മേഖലയിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്കൊരു ധൈര്യം കിട്ടുന്നത് അതുപോലുള്ളൊരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. നമ്മൾ സൺസാർ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷമായി. അപ്പം സൺസാറിലേക്ക് എത്തുന്നതിന് മുന്നേ താങ്കൾ എന്ത് ഇൻഡസ്ട്രിയിലായിരുന്നു എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ ചെറുപ്പത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മഹാമണ്ടനായിരുന്നു. ഒരു സാധാരണമായിട്ടുള്ള ഒരു കുടുംബം. ഞങ്ങൾ 9 മക്കളും അച്ഛനും അമ്മയും. തീർത്തും ഒരു സാധാരണ കൃഷി ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും പഠിപ്പിസ്റ്റുകളായിരുന്നു. പഠിത്തം. അത് എൻ്റെ പേരൻസ് പഠിത്തത്തിൽ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ ഫാദർ. സോ പുള്ളിക്ക് ഒരു വളരെ ഹാർഡായിട്ടുള്ളൊരു ടൈമായിരുന്നു ആ സമയത്ത്. ഇത്രയും ആളുകൾ ഒരുമിച്ച് പഠിക്കുന്നത്, എല്ലാവരും തമ്മിലുള്ള വ്യത്യാസം 2 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമായിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു താല്പര്യവും പഠിത്തത്തില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ പേരൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന, കാരണം എന്നോട് എന്ത് പറഞ്ഞിട്ടും ഞാൻ പഠിത്തത്തിലേക്ക് തിരിയുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാ രീതിയിലും പേരൻസിനെ സപ്പോർട്ട് ചെയ്യും, പേരൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന, അങ്ങനെ എല്ലാത്തരം ഹൗസ് ഹോൾഡ് കാര്യങ്ങളും ചെയ്ത് അതിൽ താല്പര്യം മാത്രം കാണിച്ച് നിന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ SSLCക്ക് അന്ന് എൻ്റെ ലക്ക് കൊണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ 236 മാർക്ക് മേടിച്ച് 3 സബ്ജക്റ്റ് തോറ്റിട്ടും രക്ഷപ്പെട്ട ഒരു SLCക്കാരനായിരുന്നു ഞാൻ. പക്ഷെ അന്നത്തെ എൻ്റെ ഫാദറിന് വീണ്ടും എങ്ങനെയെങ്കിലും എന്നെ പഠിത്തത്തിലേക്ക് തള്ളിവിടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് യാദൃശ്യമായിട്ട് എൻ്റെ ഫാദറിൻ്റെ അനുജൻ വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ്റെ മെയിൻ ആളായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഫാദർ അവിടേക്ക് ശരിക്കും പറഞ്ഞാൽ ഉന്തിത്തള്ളി വിട്ടു. അവിടെ ഞാൻ ഗ്രാജുവേഷൻ ചെയ്ത് നമ്മുടെ UC കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചേർന്നിരുന്ന് മധുര കോട്ട്സിൽ 6 വർഷം പ്രവർത്തിച്ച് അവിടുന്ന് വിദേശത്തേക്ക് സൗദിയിലേക്ക് പോയ ഒരു ബാക്ക്ഗ്രൗണ്ടാണുള്ളത്. ആദ്യത്തെ ജോലി കാലഘട്ടങ്ങൾ എന്തായിരുന്നു? എന്ത് ജോലികളായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ ആദ്യം അവിടെ ഈ UC കോളേജിൽ എക്കണോമിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ NIP നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഈവനിങ് ക്ലാസ്സാണ്. അത് കളമശ്ശേരിയിലുണ്ടായിരുന്നു. അതും ചെയ്തുകൊണ്ടിരുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മധുര കോട്ട്സിൽ ഒരു ചാൻസ് വരുന്നത്. അത് അന്ന് വളരെ ടഫായിരുന്നു, ഒരാളെ മതി. പക്ഷേ അവരുടെ പ്രൊസീജിയർ തന്നെ ഭയങ്കര ഒരു സംഭവമായിരുന്നു. അവിടെ എങ്ങനെയോ ദൈവം എന്നെ പ്രാപ്തനാക്കി. കാരണം നമുക്കൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഫൈനൽ ഇൻ്റർവ്യൂ. സോ
നമ്മുടെ പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നത് 300+ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ ഒരാളെ ഞാൻ അവസാനം അതിൽ വന്ന് പെട്ടു എന്ന് പറയുന്നൊരു നമ്മുടെ അന്നത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ. അപ്പോൾ അത് അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് അങ്ങനെ ആ ഒരു ചാൻസ് കിട്ടി. അവിടെ 6 വർഷം ഉണ്ടായിരുന്നു. അതൊരു വലിയ എക്സ്പോഷറായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഈ എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് സ്ഥലത്തേക്ക് പോകുമ്പോൾ അതെനിക്ക് കിട്ടിയ ഒരു എക്സ്പോഷർ അതീവ ഗംഭീരമായിരുന്നു. അതിനകത്ത് വളരെ റെയറാണെന്ന് പറയാം. കാരണം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാനും അങ്ങനെ ഇന്ത്യ എന്താണെന്നും അങ്ങനെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതിലേക്ക് മാറ്റാനും ഒക്കെ ഭയങ്കര ഒരു അവസരമായിരുന്നു. അപ്പം മധുര കോട്ട്സിൽ നിന്ന് അവിടെ സമരമുണ്ടായി. എന്നോട് ബാംഗ്ലൂർക്ക് പോകണം എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ബാംഗ്ലൂരിനേക്കാളും നല്ല എന്തായാലും ഗൾഫാണെന്ന് ഒരു ഉപദേശം കിട്ടിയതനുസരിച്ച് ഗൾഫിൽ പോയി. അങ്ങനെ ഗൾഫിൽ ഏകദേശം ഒരു 6.5 വർഷം നിന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറച്ച് ചക്രമൊക്കെ കൈ വന്നപ്പം പാലായിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ പാലയ്ക്ക് പക്ഷെ അടിസ്ഥാനമായിട്ട് പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ വീട്ടിൽ ഈ SSLC വരെ അമ്മയുടെ കൂട്ടത്തിൽ പാചകം ചെയ്ത് ഈ പാചകത്തിലും ഭക്ഷണത്തിലും ഭയങ്കര താല്പര്യം എൻ്റെ മനസ്സിലുണ്ടായി. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ പറയത്തുള്ളൂ. ഫുഡിലേക്ക് വരാനുള്ളത്. ഫുഡിലേക്ക് വരുന്ന ഒരു സമയത്ത് ഇവിടെ പൊതുവേ പറഞ്ഞു കേട്ട ഒരു കാര്യം ഭക്ഷണത്തിൽ കൂടിയാണ് ക്യാൻസർ വരുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ 100% വിശ്വസിച്ച ഒരു കാര്യം. കാരണം എൻ്റെ കൺവിക്ഷൻ അന്ന് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പാചകം ചെയ്ത് കഴിച്ചിരുന്ന ഒരു ഫുഡിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണ് ഭക്ഷണം ക്യാൻസർ ഉണ്ടാക്കുന്നത്. ജെനുവിനായിട്ടുള്ള ഫുഡിൽ ഒരിക്കലും ക്യാൻസറിനെ മാറ്റി നിർത്താനേ പറ്റുള്ളൂ എന്നൊരു ചിന്തയുള്ള ഇറ്റ് വാസ് എ ചലഞ്ച് ലൈക്ക് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് കെയിം ഇൻ ടു മൈ മൈൻഡ്. പക്ഷെ അങ്ങനെ ആ ഒരു കൺവിക്ഷനിൽ കൂടെയാണ് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. സാർ അതുപോലെ നമുക്ക് സാറിൻ്റെ ഫാമിലിയെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ട്. ഫാമിലി സാറിനോട് ബിസിനസ്സിലുണ്ടോ, എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ എബീറ്റ് ഷി വാസ് എ ടീച്ചർ, റിട്ടയർ ചെയ്തു. എൻ്റെ ഭാര്യയ്ക്ക് ഈ ബിസിനസ്സിനോട് ഞാൻ പറയുവാണെങ്കിൽ ഒരു താല്പര്യവുമില്ല. ഞാൻ ബിസിനസ് ചെയ്യുന്നതിനോട് എന്ന് പറഞ്ഞാൽ ഷീസ് നോട്ട് മച്ച് അതിൻ്റെ ഒരു സപ്പോർട്ടീവ് അല്ലെന്നുള്ളതല്ല, നമ്മളിങ്ങനെ കിടന്ന് ഓടുന്ന ചടന്ന് കൊണ്ടുകൊണ്ട് കാണുന്നത് കൊണ്ടായിരിക്കാം. ഷീസ് നോട്ട് അതിനകത്ത് ഒട്ടും ഇൻവോൾവ് അല്ല. പിന്നെ എനിക്ക് 2 ഡോട്ടേഴ്സാണ് ഉള്ളത്. അവർ 2 പേരും ഡോക്ടേഴ്സാണ്. അവരുടെ ഹസ്ബൻഡ്സും ഡോക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ വഴിക്ക് അവർ ആ വഴിക്ക് പോയി. അപ്പം ഞാൻ പിന്നെ എൻ്റെ പാർട്ണർ ബിജി, പുള്ളി നമ്മുടെ റിലയൻസിൻ്റെ ടെക്സ്റ്റൈൽ ഡിവിഷൻ്റെ CEO ആണ്. അദ്ദേഹം ബോംബെ ബേസ്ഡ് ആണ്. അദ്ദേഹം ഒരു ജം ഓഫ് എ ക്യാരക്ടറാണ്. എന്താന്ന് പറഞ്ഞാൽ റിലയൻസിലും ഉണ്ട്, മനസ്സുകൊണ്ടും അല്ലാതെയും നമ്മുടെ ബിസിനസ്സിലും ഉണ്ട്. സോ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത്ര നേരം നമുക്ക് നമ്മൾ സാറിന് വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിന് വളരെ നന്ദി പറയുന്നു. അതുപോലെ സംസാർ ഇനിയും മുന്നോട്ട് പോകട്ടെ. സാറിൻ്റെ വെഞ്ചേഴ്സ് എല്ലാം വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. വെബ്ടെക്കിന് എല്ലാ ആശംസകളും നേരുകയാണ്. എനിക്ക് ഇതുപോലെ ഒരു അവസരം തന്നതിന് വെബ്ടെക്കിനോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.